വാ വാ വാടാ വാടാ. നിങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റൂലേ? വീഴാനുള്ളതല്ലേ? ആ, നിരന്തരം ഒരുപാട് ആൾക്കാർ വിഴുന്ന് എണീച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ട് വാഹനങ്ങളിൽ വരണമായിരിക്കും, ബൈക്കിലൊക്കെ വരണം, എല്ലാവരും വീണഴിച്ച് പോകാൻ നമുക്ക് പറയാനില്ല. അവർ മനസ്സലിവൊന്നും നമുക്ക് 10-15 വർഷമായില്ലേ? പോവുള്ളൂ. കുറെ വർഷമായില്ലേ അല്ലേ? 2-3 വർഷം കൊണ്ട് എങ്ങനെ? ശരി. നമ്മുടെ കിള്ളി മണലി മേച്ചർ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ SDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവെന്ന നിലയ്ക്ക് അതോടൊപ്പം നമ്മുടെ പാർട്ടിയും 7 വർഷമായി വ്യത്യസ്തമായ സമരങ്ങൾ ഈ നാടിന് വേണ്ടി നടത്തി. ഒന്നാം ഘട്ടമായി നിരാഹാര സമരവും അതോടൊപ്പം തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ട് പാർട്ടിയുടെ 20ഓളം പ്രവർത്തകർ അറസ്റ്റ് വരികയും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല നടത്തുകയും അവസാന ഘട്ടമായി നമ്മൾ നിലവിലെ MLA ആയ IB സതീശന് നിവേദനം കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതിനുശേഷവും MLA വാക്ക് പറഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, വീണ്ടും അത് നടപ്പിലാവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് തൊട്ട് മുമ്പ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ജവാദ് കിള്ളി ഈ മഴക്കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ മഴ ഉള്ള സമയത്ത് നമ്മുടെ കുണ്ടും കുഴിയിൽ നിറഞ്ഞ വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് ചെയ്തത്. അത് നാടിൻ്റെ പൊതുജനങ്ങൾ ഏറ്റെടുക്കുകയും അത് നിലവിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അധികാരികൾ കണ്ണു തുറന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ SDP സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു ഫലമായി ഇപ്പോൾ അധികാരികൾ കിള്ളി മണലി മേച്ചർ റോഡ് പണി ആരംഭിച്ചിരിക്കുകയാണ്. ഈ പണി ആരംഭിച്ചതിൽ വളരെയധികം സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദിവസം പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവർ, എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ 7 വർഷക്കാലം കൊണ്ട് മണലി മേച്ചർ റോഡിൻ്റെ അവസ്ഥ കണ്ട് ഒരുപാട് ആൾക്കാർ ഒരു പ്രതിപക്ഷ ഒരു പാർട്ടികളും സന്നദ്ധരായിട്ട് വന്നിട്ടില്ല. പക്ഷേ SDP 7 വർഷക്കാലം കൊണ്ട് സമരത്തിലാണ്. ഇപ്പം വന്ന യായുമായിട്ട് സംസാരിച്ച് യായിയാണ് വിളിച്ച് പറഞ്ഞത്, നമ്മളെ റോഡ് ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും, 2 ദിവസത്തിനകത്ത് പണി ആരംഭിക്കുമെന്ന് എല്ലാം ഉറപ്പ് തന്നു. അതിനി ഒരു മാറ്റമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഹൈക്കോടതിയാണെങ്കിൽ ഏത് കോടതി കയറി ഇറങ്ങാനും ഞാൻ തയ്യാറാണ്. നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. സംസാരിച്ച്